ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കാത്തിരുന്ന LBS പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത്. LBSലൂടെ അപേക്ഷിക്കാവുന്ന 12 പാരാമെഡിക്കൽ കോഴ്സുകൾ BSc നഴ്സിംഗ് ഉൾപ്പെടെ 12 പാരാമെഡിക്കൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. LBSലൂടെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ വിവരങ്ങളും നോക്കാം. കേരളത്തിലെ വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് LBSലൂടെ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് വന്നിട്ടുള്ളത്. എൻട്രൻസ് എക്സാം എഴുതാതെ നിങ്ങൾക്ക് LBSലൂടെ മെറിറ്റ് ബേസിലായിരിക്കും അഡ്മിഷൻ നേടാവുന്നത്. ഏതൊക്കെയാണ് കോഴ്സുകളെന്ന് നോക്കാം. 1. BSc നഴ്സിംഗ്. 2. BSc മെഡിക്കൽ ലാബ് ടെക്നോളജി അല്ലെങ്കിൽ BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അല്ലെങ്കിൽ BASLP, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലാർ ടെക്നോളജി അല്ലെങ്കിൽ BCVT, ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് MIT, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി. ഇവയാണ് 12 പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇവ എൻട്രൻസ് എഴുതാതെ നിങ്ങൾക്ക് LBSലൂടെ ഓൺലൈനായി അപ്ലൈ ചെയ്തുകൊണ്ട് മെറിറ്റ് ബേസിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. നിങ്ങളുടെ +2 മാർക്കിൻ്റെ ബേസിൽ ഒരു ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കി റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടായിരിക്കും ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഈ കോഴ്സിലേക്ക് ഇപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, കോഴ്സുകളുടെ കാലാവധി, എല്ലാ കാര്യങ്ങളും നോക്കാം. BSc നഴ്സിംഗിന്റെ കാലാവധി 4 വർഷമാണ്. അതിൻ്റെ കൂടെ കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ചവർക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കൂടി ഉണ്ടാകും. BSc MLT 4 വർഷത്തെ കോഴ്സാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷത്തെ കോഴ്സും പിന്നെ 1 വർഷത്തെ ഇന്റേൺഷിപ്പും വരുന്നുണ്ട്. BSc ഒപ്റ്റോമെട്രി 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT 4 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പും. BASLP 3 വർഷത്തെ കോഴ്സും 10 മാസത്തെ ഇന്റേൺഷിപ്പും. BCVT അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ MIT കോഴ്സിൻ്റേത് 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും വരുന്നുണ്ട്. ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. BSc ഡയാലിസിസ് ടെക്നോളജി 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി 4 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പും. BSc ന്യൂറോ ടെക്നോളജി 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. ഇങ്ങനെയാണ് കോഴ്സിന്റെ കാലാവധി വരുന്നത്. ഇനി ആർക്കൊക്കെ ഈ കോഴ്സുകൾക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. BASLP ഒഴികെയുള്ള 11 കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ സെപ്പറേറ്റ് മിനിമം പാസ് മാർക്കോടെ നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സായിരിക്കണം. അതായത് +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളോടെ പാസ്സായവർക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നത്. BASLP ഒഴികെയുള്ള 11 കോഴ്സുകളിലേക്കും അപേക്ഷിക്കാൻ ബയോളജി, സയൻസ് ആവശ്യമാണ്. BASLPയുടെ കേസിലാണെങ്കിൽ ബയോളജി, സയൻസ് നിർബന്ധമില്ല. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി ആവശ്യമാണ്. പക്ഷേ ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി ഇവയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം ഈ പറയപ്പെട്ട വിഷയങ്ങളാണെങ്കിലും കുഴപ്പമില്ല BASLPക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ. ഇവിടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷനും കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. VHSC ആണെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഈ കോഴ്സുകൾ പഠിക്കാനുള്ള പ്രായപരിധി.
ഈ കോഴ്സുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ മിനിമം 17 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, 17 വയസ്സ് പൂർത്തിയായിരിക്കണം. BSc നഴ്സിംഗിൻ്റെ കേസിലാണെങ്കിൽ 35 വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത്. 35 ഏജ് ലിമിറ്റ് BSc നഴ്സിംഗിൻ്റെ കേസിൽ. പക്ഷേ മറ്റ് കോഴ്സുകൾക്കൊന്നും ഉയർന്ന പ്രായപരിധി ഇല്ല. BSc നഴ്സിംഗ് ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകളിലും അപേക്ഷിക്കാൻ സർവീസ് ക്വാട്ടയിലുള്ളവർക്കൊഴികെ ബാക്കിയുള്ളവർക്കൊന്നും ഉയർന്ന പ്രായപരിധി പറയുന്നില്ല. മിനിമം 17 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ മതി. ഈ 12 കോഴ്സുകളിലേക്കും എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. www.lbscenter.kerala.gov.in എന്ന LBS സെൻറ്റർ ഒഫീഷ്യലിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നത്. ഒരു അപേക്ഷാ ഫീസ് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് 800 രൂപയും SC ST വിഭാഗത്തിന് 400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഈ ഒരു ഫീ പേ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. BSc നഴ്സിംഗിനാണെങ്കിലും മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമായി ആകെ ഒരു അപേക്ഷ തന്നെ ഓൺലൈനായി സമർപ്പിച്ചാൽ മതിയാകും. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് തുറന്നാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോർ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ 2024 എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കാണാം. അങ്ങനെയാണ് നിങ്ങൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻ്റ് ആണ്. ജനറൽ വിഭാഗത്തിന് 800 രൂപയും SC ST വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഈ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ചലാൻ ഉപയോഗിച്ചോ നേരിട്ട് ബാങ്ക് വഴിയോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീ പേയ്മെൻറ്റ് സക്സസ് ആയാൽ പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും ചലാൻ നമ്പറും എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ്, രജിസ്ട്രേഷൻ ID, ആപ്ലിക്കേഷൻ നമ്പർ ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാസ്വേഡ് ആണെങ്കിലും രജിസ്ട്രേഷൻ IDയും ആപ്ലിക്കേഷൻ നമ്പറൊക്കെ നിങ്ങളുടെ എൻറ്റയർ അഡ്മിഷൻ പ്രോസസ്സിന് ആവശ്യമാണ്. അതുപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷന് മുമ്പേ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകാവുന്നതാണ്. ഇങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത്. എല്ലാ കോഴ്സുകൾക്കും കൂടെ ഒരു അപേക്ഷ നൽകിയാൽ മതിയാകും. LBSന്റെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ 12 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ അപ്ഡേറ്റ്സിനായി എപ്പോഴും LBSന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിലായിരിക്കും എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നത്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും LBS സെൻറ്ററിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഓരോ ജില്ലയിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ LBSന്റെ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പ്രോസ്പെക്റ്റ് വായിച്ച് കോഴ്സിനെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയി അറിയാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്